ശ്യാമവാനിലേതോ കണിക്കൊന്ന പൂത്തുവോ, സ്വർണമല്ലിപ്പൂവുതിർന്നുവോ, പ്രിയ ഗ്രാമ കന്യ കണ്ടുണർന്നുവോ. ശ്യാമവാനിലേതോ കണിക്കൊന്ന പൂത്തുവോ, സ്വർണമല്ലിപ്പൂവുതിർന്നുവോ, പ്രിയ ഗ്രാമ കന്യ കണ്ടുണർന്നു. കുങ്കുമപ്പുത്താലം കതിരോന്റെ പൊന്നുകോലം. എല്ലാ പ്രേക്ഷകർക്കും ലെറ്റ്സ് ഡാൻസ് സീസൺ 2 നിന്ന് വിഷു ആശംസകൾ. ശാന്തി മാസ്റ്റർ, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഒരു വിഷു കൈനീട്ടം തന്നതിന്. ഐ മീൻ ഇറ്റ്സ് റിയലി എല്ലാവർക്കും ഒരു സക്സസ്ഫുൾ ഇയർ ഉണ്ടാകും. ഐ എം 100% ഷുവർ. അമൃത ടി വിയിൽ ഒരുപാട് സെലിബ്രേഷൻസ്, ആഘോഷങ്ങൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ലെറ്റ്സ് ഡാൻസ് സീസൺ 2 ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു, ഇതുവരെ ഓരോ ആഘോഷം നടന്നിട്ടില്ല അല്ലേ. വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ഓരോ ദിവസവും ഓരോ റൗണ്ട്സ് കമൻസ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഈ ഒരു വർഷം നമുക്ക് എല്ലാവർക്കും നല്ലത് തന്നെ വരുന്നത് ഉറപ്പാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അനുഭവത്തിൽ പറയുന്നു, അമൃതയിലേക്ക് വന്നിട്ടാണ് എൻ്റെ 32 വർഷമായിട്ടുള്ള ഒരു കരിയറിൽ എനിക്ക് കിട്ടാത്ത ഒരു ഭാഗ്യം, സ്റ്റേറ്റ് അവാർഡ് ഓഫ് കേരള. അങ്ങനെ എനിക്ക് ഒരുപാട് ഐശ്വര്യങ്ങൾ, ഞാൻ ഒരു പുതിയ സ്ഥലം മേടിച്ചു. ഇതെല്ലാം എനിക്ക് സംഭവിച്ചത്, സത്യം ഞാൻ പറയുന്നു, ഓൺലി ആഫ്റ്റർ കമ്മിങ് ടു അമൃത ടി വി. സോ അങ്ങനെ ഞാനിപ്പോൾ അമൃത ടി വിയുടെ ആ ഫാമിലിയിലെ ഒരു ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരുടെയും ഒരു ലൈഫിൽ ഒരു ഇപ്പം നമ്മൾ ശ്രീകൃഷ്ണൻ്റെ മുന്നിൽ ഈ വിളക്ക് തെളിഞ്ഞു നിൽക്കുന്നത് പോലെ തന്നെ എല്ലാവരുടെ ലൈഫും അതേപോലെ പ്രകാശമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആൻഡ് ഓൾസോ ശാന്തി മാസ്റ്റർ, ലെറ്റ്സ് ഡാൻസ് സീസൺ 2 ആൻഡ് ദി ഹോൾ അമൃത ക്രൂ വകയിൽ നിന്ന് ഹാപ്പി വിഷു. താങ്ക് യു. ഹാപ്പി വിഷു ടു ഓൾ ദ ഓഡിയൻസ് ഹു ആർ വാച്ചിങ് ദിസ് പ്രോഗ്രാം. പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് നമ്മുടെ ജോൺ, അഭിനയശ്രീ, എൻ്റെ കൂടെ ഈ ജഡ്ജിങ് പാനൽ ഷെയർ ചെയ്യുന്ന ഇവർക്കും എൻ്റെ വക ഒരു പേഴ്സണൽ താങ്ക്സ് ആൻഡ് വിഷസ്. സെയിം വിഷസ് ടു സരയു ആൻഡ് അരവിന്ദർ. വെർ ഇസ് അരവിന്ദർ? വിഷു ആയിട്ട് എൻ്റെ കൃഷ്ണൻ ഇല്ല മാസ്റ്റർ. അങ്ങനെ കൃഷ്ണൻ എവിടെയും പോവില്ല, ഉറപ്പാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ ആരാ ഉള്ളത്? അവിടെ ശ്രീകൃഷ്ണൻ. അവരുടെ അടുത്ത് പോയാൽ കൃഷ്ണൻ തന്നെ വരും. നോക്കിക്കോ, വാ. മനസ്സിൽ വിരുന മഴ പൊഴിയും അഴകിൽ
ജനിച്ചതിന് ഞാൻ ചെയ്തത് ഒരു ശ്രീകൃഷ്ണനായി എനിക്ക് ഒരു ക്യാരക്ടർ കിട്ടി. എവിടെയോ വളർന്ന് എവിടെയോ വന്ന് ഏതോ നാട്ടിൽ വന്ന് നമ്മൾ ഒരു ക്യാരക്ടർ, ആ ഗുരുവായൂരപ്പൻ ക്യാരക്ടർ കിട്ടി. ഞാൻ ഇല്ലാതെ പോലും ഹിസ്റ്ററിയിലെ പറയും നന്ദൻ നമ്മളെ ശ്രീകൃഷ്ണൻ ആരാണ്, ആ അരവിന്ദ്. അത് മാത്രം മതി. താങ്ക് യു സോ മച്ച്. ഫ്ലോറിൽ നിന്ന് ഡാൻസ് ചെയ്യുന്നതിന്റെ പാട് മനസ്സിലായ ഉണ്ട്, പാടുണ്ട്. ഇതാണ് ഞങ്ങൾ കീറുന്നത്. കുറച്ച് പേടി തന്നെ സ്റ്റേജില്. പക്ഷേ എന്താ പറയാ, നിങ്ങൾ പോലെ കണ്ടസ്റ്റൻസ് ഉള്ളപ്പോ ഇന്നും കുറച്ച് പേടിയാണ്. Background was very excellent. Super. ഈ ബ്ലാക്ക് ഇട്ട കുട്ടീൻ്റെ പേര് സർ സരയു. സരയു. ശ്രദ്ധിക്കണം, ബട്ട് ടൈമിംഗ് പോകുന്നുണ്ട്. ആ പഞ്ചവാണ പറഞ്ഞ സമയത്ത് ഇതാണ് പ്രാക്ടീസിന് അധികം സമയം കിട്ടിയില്ല സർ, അതുകൊണ്ട് ഇറ്റ്സ് ഓക്കെ. ഇത് റിയാലിറ്റി ഷോ ആണ്, നിങ്ങളെ എക്സ്ക്യൂസ് കേൾക്കാനല്ല. മാസ്റ്റർ ആ സ്റ്റെപ്പ് സാറ് ചെയ്തു കൊടുത്തപ്പോൾ മാസ്റ്റർക്ക് കറക്റ്റ് ആണ് തോന്നിയോ? അവരിപ്പോ ചെയ്തത് അവര് കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്തു. അതെ. അപ്പൊ റിൻസ നമ്മുടെ കണ്ണിന്റെ കുഴപ്പം. തൊഴുകൈ കൂപ്പിയുണരും നെയ്വിളക്കിൻ പ്രഭകളിൽ തുളസിപ്പൂ ചൂടും നിന്റെ കനക വിഗ്രഹം കണ്ടു കളഭ കുങ്കുമം കണ്ടു ഞാൻ. அந்த பெர்ஃபார்மன்ஸ் அந்த வேற ஒரு பாட்டுக்கு டான்ஸ் ஆடுனீங்க, இது இந்த வேற ஒரு பாட்டுக்கு டான்ஸ் ஆடுனீங்க. தட்ஸ் இட் டிஃபரெண்ட், பட் the comedy element, all those things were very nice. ശാന്തി മാസ്റ്റർ, ഞങ്ങൾ എല്ലാവരും തേടിക്കൊണ്ടിരുന്ന കൃഷ്ണനാണ് ഇവിടെ സൂപ്പർവായിട്ട് ഡാൻസ് കളിച്ചത്. എനിക്ക് അതായത് പെട്ടെന്ന് നമ്മൾ എവിടെ നമ്മുടെ മജ്നുയെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഈ ഓഡിയോ വന്നിട്ട് പിന്നെ നമ്മുടെ അരവിന്ദന്റെ ഒരു എൻട്രി എനിക്ക് സത്യത്തിൽ ഒരു ഗൂസ് പിമ്പിൾസ് ഉണ്ടായിരുന്നു. സിനിമയിലെ നമ്മൾ നന്ദനത്തിൽ കണ്ട അതേപോലെ ഒരു മാജിക്കൽ എൻട്രി ആയിരുന്നു അരവിന്ദന്റെ. താങ്ക് യു സോ മച്ച് മോനു. ഇറ്റ്സ് ലൈക്ക് ഐ എം സിംഗ് നന്ദനം അഗൈൻ. മാത്രമല്ല സീജ, ഞങ്ങൾ ഈ പാട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗുണ്ടൽപേട്ടിൽ ഫസ്റ്റ് ഈ പാട്ടല്ല നമ്മൾ ചെയ്തത്. പൃഥ്വിരാജിനും നവ്യ നായരനും വേറെ ഒരു സോങ് ഞങ്ങൾ ഈ രാത്രിയിൽ തീയൊക്കെ കത്തിച്ചിട്ട് വേറെ ഒരു പാട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പാട്ടിൻ്റെ ഓഡിയോ ലൊക്കേഷനിൽ വന്നിട്ട് നാഗ്രായിൽ ഡയറക്ടർ പ്ലേ ചെയ്തു. ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ആയിരുന്നു രാത്രി സമയത്ത് ഞങ്ങൾ ഈ ഓഡിയോ കേട്ടിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ അരവിന്ദരാണ് വരുന്നത്. അരവിന്ദരൻ ഞാൻ അറിയുന്നത് ആസ് റിങ്കു ആണ് അരവിന്ദരുടെ പെറ്റ് നെയിം. ഹി ഡാൻസ് എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ. നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിലും ഒരു സെമി ക്ലാസിക്കൽ സ്റ്റൈലായിരുന്നു, സിനിമാറ്റിക് ക്ലാസിക്കൽ എന്ന് പറയാം. ഒരു ഫോക്കും കൂടി മിക്സ് ചെയ്ത ഒരു ക്ലാസിക്കൽ. അത് ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ എന്നെ നെട്ടിച്ചു. ഒരു ഓടി വന്ന് ഇങ്ങനെ ഒരു കമ്പ് ഇങ്ങനെ ചാടി വന്നിട്ട് വേണം ഫസ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെ പോകുന്നത്. ഓർമ്മയുണ്ടോ അരവിന്ദറിന്? ഫെൻസാണ്, ഫെൻസിൽ ഒരു 2 ലെയർ കട്ട് ഇട്ടിട്ടുണ്ടാവും. മാസ്റ്റർ പറഞ്ഞു അവിടെ നിന്ന് ഒരു ജമ്പ് ചെയ്തിട്ട് അവിടെ വന്ന് ഒരു മൂവ്മെന്റ് ചെയ്യണം പറഞ്ഞു. പറഞ്ഞു ഓക്കെ മാസ്റ്റർ, ചെയ്യാം മാസ്റ്റർ. അപ്പം എൻ്റെ അസിസ്റ്റന്റ് അത് ചെയ്തില്ല. അപ്പോൾ അരവിന്ദർ പറഞ്ഞു ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്ത് കാണിച്ചപ്പോൾ എനിക്ക് ആക്ച്വലി സന്തോഷം. ആ ഒരു പാട്ട് ഇത്രയും ഗംഭീരമാവാനും ഇത്രയും പ്രേക്ഷകരുടെ മനസ്സിൽ ഇന്നും നിലനിൽക്കാനുള്ള ഒരു പാട്ടായി മാറിയത് ഞങ്ങൾ കൊണ്ട് മാത്രമല്ല, ഈവൻ ബിക്കോസ് ഓഫ് അരവിന്ദർ. ഒരു കാര്യം പറയണം. സോ ഐ റിയലി താങ്ക് ശാന്തി മാസ്റ്റർ. അത് തന്നെ മുൻപ് പോലെ പറഞ്ഞ മാസ്റ്റർ, ഇപ്പോൾ ഒരു റെക്കോർഡ് എൻ്റെ ലൈഫിൽ ഞാൻ ഏത് നടന്നു കഴിഞ്ഞാലും എൻ്റെ ഹിസ്റ്ററിയിൽ ഞാൻ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ഞാൻ ജനിച്ചതിന് ഞാൻ ചെയ്തത് ഒരു ശ്രീകൃഷ്ണനായി എനിക്ക് ഒരു ക്യാരക്ടർ കിട്ടി. എവിടെയോ വളർന്ന് എവിടെയോ വന്ന് ഏതോ നാട്ടിൽ വന്ന് നമ്മൾ ഒരു ക്യാരക്ടർ, ആ ഗുരുവായൂരപ്പൻ ക്യാരക്ടർ കിട്ടി. സോ അത് എൻ്റെ ലക്കോ എൻ്റെ ഭാഗ്യമാണോ എനിക്കറിയില്ല. പക്ഷേ ഫ്യൂച്ചറിൽ ലൈഫ് ലോങ് ഞാൻ ഇല്ലാതെ പോലും ഹിസ്റ്ററിയിൽ പറയും നന്ദൻ നമ്മളെ ശ്രീകൃഷ്ണൻ ആരാണ്, ആ അരവിന്ദ്. അത് മാത്രം മതി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. മെമ്മറീസിന്റെ ആ ഒരു റീകളക്റ്റിംഗ്, ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ, റൈറ്റ്? ഓക്കെ, അപ്പം റോമിയോ ജൂലിയറ്റ്, യുവർ
പാർട്ട്ണർ ആസ് വെൽ ആസ് എന്താ പറയാ പാർട്ട്ണർ ഇൻ ക്രൈം ഐ കൻ സേ. ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ എനിക്ക് ഞാൻ വളരെ ലക്കിയാണെന്ന് ഞാൻ പറയും. കാര്യം സൂപ്പർ ഡാൻസർ എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോ അമൃതയിലുണ്ടായിരുന്നു. സ്റ്റാർട്ടിങ് അതിൽ വന്ന് 10,000 പേര് അതിൽ മത്സരിച്ചു. ലൈനായിട്ട് നിന്ന് നമുക്ക് 1 മിനിറ്റ് കളിക്കാനായിട്ട് അവസരം കിട്ടി. അന്ന് ഞാൻ ഈ മുഖം കണ്ടു. അത് കഴിഞ്ഞ് അടുത്ത കടമ്പയായി. അടുത്ത റൗണ്ട് ഓഡിഷൻ കഴിഞ്ഞു. ഫൈനൽ 20 എത്തി. ആ 20ൽ വന്നു. ഞാൻ 2 റൗണ്ട് കളിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഫസ്റ്റ് എലിമിനേറ്റ് ആയ 2 പേരിൽ ഒരാൾ ഞാനാണ്. അത് എലിമിനേറ്റ് ആയി കഴിഞ്ഞ് എനിക്ക് അത് ടെലികാസ്റ്റ് ചെയ്യുന്ന ദിവസം എനിക്ക് ഒരു പടത്തിൽ ഓഫർ വന്നു, ചെമ്പട എന്ന് പറയുന്നത്. ആ ചെമ്പട എന്നുള്ള സിനിമയിൽ ഞാൻ അഭിനയിക്കാൻ വേണ്ടി പോയി. ആ ലൊക്കേഷനിൽ സോങ് ഷൂട്ട് ചെയ്യുന്ന ദിവസം തലേ ദിവസം പറയുന്നു. അത് കൊറിയോഗ്രാഫി ചെയ്യുകയും ഞാനാണ് ആ സോങ് ചെയ്യുന്നത്. അപ്പോൾ ഒരാളും കൂടെ എൻ്റെ കൂടെ കളിക്കുന്നുണ്ട്. അപ്പോൾ 2 പേരാണ് ചെയ്യുന്നത്. അത് അരവിന്ദറാണെന്ന് പറഞ്ഞു. അങ്ങനെ അത് എനിക്കൊരു ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. അത് കഴിഞ്ഞ് അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ഫ്രണ്ടിൽ എൻ്റെ മാസ്റ്ററായിട്ട് എന്നെ ജഡ്ജ് ചെയ്ത അദ്ദേഹമാണ് എൻ്റെ കൂടെ. എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഇപ്പോൾ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ തൊട്ട് സൈഡിൽ എനിക്ക് ഇരിക്കാനായിട്ടുള്ള ഭാഗ്യം കിട്ടി. ഇന്ന് പുള്ളി സ്റ്റേജിൽ കളിക്കുമ്പോൾ ഞാൻ എന്ത് പറയാനാ? എന്തെങ്കിലും പറയാൻ പറ്റുമോ? അതിനുള്ള യോഗ്യതയൊന്നുമില്ല. ഇനിവേ ഈ ഒരു വിഷു ദിവസം ഞങ്ങൾക്ക് കിട്ടിയൊരു കൈനീട്ടമാണ് ചേട്ടൻ്റെ ഡാൻസ്. താങ്ക് യു സോ മച്ച്. നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് അല്ല ജഡ്ജ് ഫിറോസ് ഷമീർ. ഓ മൈ ഗോഡ്, സ്പെഷ്യൽ എപ്പിസോഡില് സ്പെഷ്യൽ ജഡ്ജസ് ആണോ നിങ്ങൾ 2 പേരും? ആര് പറഞ്ഞിട്ടാണ് നിങ്ങൾ അവിടെ കയറിയിരുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു സീറ്റ് അപ്പൊ ഈ സീറ്റും കൂടി കുറച്ചു നേരം ഫ്രീ ആയി കിട്ടിയാൽ ഇവിടെയും ഇരിക്കാൻ താല്പര്യമുണ്ട്. ഇരിക്കാൻ താല്പര്യമുണ്ട്. പക്ഷെ ശാന്തി മാസ്റ്റർ വരുമ്പോ എണ്ണീറ്റ് തരാം. മാസ്റ്റർ വരുമ്പോ ഞാൻ എണ്ണീറ്റ് തരാം. ഓ അങ്ങനെ. എനിവേ താങ്ക്സ് മിസ്റ്റർ ഫിറോസ് ആൻഡ് ഷമീർ. യുവർ ജഡ്ജിങ് പ്ലീസ്. உங்களோட டான்ஸ் ரொம்ப நல்லா இருந்தது. താങ്ക് യു. പിന്നെ കുറച്ച് ജസ്റ്റ് കുഴപ്പമില്ല. എനിക്ക് വളരെ നന്നായി ഇഷ്ടപ്പെട്ടു. ഗ്രൂപ്പ് സൂപ്പറാണ്. ഫിറോസിന് ഇഷ്ടപ്പെട്ടു. പിന്നെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു. ടെൻഷൻ ഉണ്ടായിരുന്നു. ടെൻഷൻ പിറ്റേ ദിവസം ഒരു ദിവസം ഒരു പ്രാക്ടീസിന് കിട്ടി. പ്രാക്ടീസ് അതിവിടെ പറയരുത്. അത് ഞങ്ങളുടെ മാസ്റ്ററിന് ഇഷ്ടപ്പെട്ടു. ടെൻഷൻ പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുമല്ല ഇപ്പൊ ഫ്ലോറിൽ നിന്ന് ഡാൻസ് ചെയ്യുന്നതിന്റെ പാട് മനസ്സിലായ ഉണ്ട്, പാടുണ്ട്. ഇതാണ് ഞങ്ങൾ കുറച്ച് പേടി തന്നെ സ്റ്റേജില്. പക്ഷേ എന്താ പറയാ, നിങ്ങളെ പോലെ കണ്ടസ്റ്റൻസ് ഉള്ളുമ്പോ ഇന്നും കുറച്ച് പേടിയാണ്. അത് തന്നെ. എത്ര ടോപ്പായിട്ടുള്ള ഒരാളാണെങ്കിലും നമ്മളൊരു ലൈറ്റ് വെച്ച് നമ്മൾ ആ സ്റ്റേജിലോട്ട് കയറുന്നതിന് മുമ്പുണ്ടല്ലോ, ഉള്ളിൽ നിന്ന് ഒരു ആന്തലുണ്ട്. ഒരു ഇങ്ങനെ ഉള്ളിന്റെ ഒരു പെർഫോമർക്കുള്ളതാ. എല്ലാവരും പോയാ ഗ്യാസ് പോയാ പകുതി. അത് മുൻപ് തന്നെ പോയി. ഇപ്പൊ എല്ലാവർക്കും ഉണ്ട് അവിടെ. അതൊരു ശരിക്കും പറഞ്ഞ ഒരു യഥാർത്ഥ കലാകാരനെ അത് ഉണ്ടാവുള്ളൂ. ഇല്ലാത്ത ഒന്നും അറിയാതെ ചുമ്മാ എന്തെങ്കിലും കാണിക്കും. പറ്റുന്ന അവസ്ഥ അവിടെ കേറുമ്പം അത് മനസ്സിലാക്കിയടാ. പിന്നെ ഈ ഡാൻസ് ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ വേണ്ടി ഞങ്ങളെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ്. സത്യം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, ബെസ്റ്റ്. താങ്ക് യു. നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ആയ ഫിറോസ് ആൻഡ് ഷമീർ. ബ്യൂട്ടിഫുൾ ജഡ്ജിങ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഈ ദിവസത്തിന് I wish you all Vishu ആശംസകൾ and all my prayers and everything else for you. God bless you, everybody else. And thanks to Amrita to give me an opportunity to be a part of Let's Dance Season 2. Thank you so much. അങ്ങനെ നല്ല കമന്റ്സ് ആണ് കിട്ടിയത്. മാർക്സിലേക്ക് പോകാം. ശാന്തി മാസ്റ്റർ. I'll give Arvinder 10 on 10. Okay, Romeo Juliet. 10 on 10. 10 on 10. നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ഫിറോസ് ആൻഡ് ഷമീർ. 10 on 10. Thank you. Thank you. Thank you. Thank you contestants. Thank you so much. Thank you so much. ഹലോ അരവിന്ദർ, അവരൊക്കെ പൊക്കോട്ടെ. അരവിന്ദർ ഒന്നും പോകണ്ട. അരവിന്ദറിന് ഒരു ജോലിയും കൂടി ഉണ്ട്. പ്ലീസ് സ്റ്റേ ദേർ.
ബാക്ക്ഗ്രൗണ്ട് വാസ് വെരി എക്സലന്റ്. സൂപ്പർ. ഈ ബ്ലാക്ക് ഇട്ട കുട്ടീൻ്റെ പേര് സർ സരയു. സരയു. ശ്രദ്ധിക്കണം, ബട്ട് ടൈമിംഗ് പോകുന്നുണ്ട്. ആ പഞ്ചവാണ പറഞ്ഞ സമയത്ത് ഇതാണ് പ്രാക്ടീസിന് അധികം സമയം കിട്ടിയില്ല സർ, അതുകൊണ്ടാണ്. ഇറ്റ്സ് ഓക്കെ, ഇത് റിയാലിറ്റി ഷോ ആണ്, നിങ്ങളെ എക്സ്ക്യൂസ് കേൾക്കാനല്ല. ഓക്കെ മാസ്റ്റർ, ആ സ്റ്റെപ്പ് സാറ് ചെയ്തു കൊടുത്തപ്പോൾ മാസ്റ്റർക്ക് കറക്റ്റ് ആണ് തോന്നിയോ അവരിപ്പോ ചെയ്തത്? അവര് കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്തു. അതെ. അപ്പൊ റിൻസ നമ്മുടെ കണ്ണിന്റെ കുഴപ്പം. തൊഴുകൈ കൂപ്പിയുണരും നെയ്വിളക്കിൻ പ്രഭകളിൽ തുളസിപ്പൂ ചൂടും നിന്റെ കനക വിഗ്രഹം കണ്ടു കളഭ കുങ്കുമം കണ്ടു ഞാൻ. அந்த பெர்ஃபார்மன்ஸ் அந்த வேற ஒரு பாட்டுக்கு டான்ஸ் ஆடினீங்க, இது இந்த வேற ஒரு பாட்டுக்கு டான்ஸ் ஆடினீங்க. தட்ஸ் இட் டிஃப்ரெண்ட், பட் the comedy element, all those things were very nice. ഇന്ന് നമ്മുടെ ഈ രണ്ടാമത്തെ പെർഫോമൻസ് ആരാണെന്ന് അറിയാമോ? ഞാൻ തന്നെ ചെയ്യണു മാസ്റ്റർ. മുനു, ആ. ഒരു പെർഫോമൻസ് പോരെ? പോരെ. ഒരു സ്പെഷ്യൽ പെർഫോമൻസും കൂടി ഉണ്ട്. ആര് മാസ്റ്റർ സ്പെഷ്യൽ പെർഫോമൻസ്? നമ്മൾ പിള്ളേരോ? ഇല്ല, ആ. ഞാൻ ഇപ്പൊ വിളിക്കാം. ആ. ഹലോ, ആരാ അത്? വരൂ. ആരാണോ മാസ്റ്റർ ഇത്? സിജ ആൻഡ് സരയു. ഓ സരയു, ഇവർക്കാണോ പെർഫോമൻസ് മാസ്റ്റർ? അതെ മനു. ഇപ്പൊ എന്താണെന്നറിയോ, ഇപ്പൊ അരവിന്ദന്റെ പെർഫോമൻസിന് നമുക്ക് ഫെറോസ് ആൻഡ് ഷമീർ ആയിരുന്നു ജഡ്ജസ്. അവർ നിങ്ങൾക്ക് നല്ല മാർക്ക് തന്നെയായിരുന്നു അവർ കൊടുത്തത്. ഇപ്പോ ഇവരുടെ പെർഫോമൻസ് ആരാണ് ജഡ്ജ് ചെയ്യേണ്ടത്? പ്രജിൻ. പിന്നെ വേറെ ഒരാളും കൂടി വേണം. പിന്നെ ഒരാൾ കൂടി. റിൻസൺ. റിൻസൺ പ്ലീസ്. പ്രജിൻ ആൻഡ് റിൻസൺ പ്ലീസ്. ഇപ്പോ നിനക്കറിയാം എത്രയോ ടെൻഷൻ കൊടുത്തു. ഇവള് വേറെ, സോറി ഇവള് വേറെ എത്രയാണ്, നിങ്ങൾ എത്രയാണ് മാർക്ക് കൊടുക്കോ സോറി, അതുപോലാണല്ലേ. എത്ര ടോർച്ചർ ചെയ്തോ അതിന് മാർക്ക്. ഈ സൈഡ് പുതിയതാണ്, പക്ഷെ കുറച്ച് നോക്കിയിട്ട് മാർക്ക് കൊടുത്ത എൻ്റെ പേരാണ്. പ്രജിന്റെ മുഖം കണ്ടപ്പോഴേ എന്റെ കാര്യം തീരുമാനമായി എനിക്ക് മനസ്സിലായി. ഇത് ഫെയർ അല്ല, ബിക്കോസ് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല മാം. ഞങ്ങളൊക്കെ ഉണ്ടല്ലോ, പക്ഷെ ഇല്ല, നമ്മൾ ഇത് നല്ലതാണ്. ഇപ്പൊ കണ്ടസ്റ്റൻസ് ആ സീറ്റിലിരുന്നാലേ മനസ്സിലാവുള്ളൂ എന്താണ് ഇവിടെ നിന്ന്. വെറും പെർഫോമൻസ് കണ്ട് ആസ്വദിക്കുന്നത് മാത്രമല്ല, അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് അവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഇന്ന് ഒരു സ്പെഷ്യൽ ദിവസമായതുകൊണ്ട് ഒരു പ്രൊമോഷൻ അവർക്ക്. ഓക്കെ, സോ പ്രജിൻ ആൻഡ് റിൻസൺ, നമ്മുടെ സിജായുടെയും സരയുടെയും ഈ സ്പെഷ്യൽ പെർഫോമൻസ് കണ്ടിട്ട് അഭിപ്രായം പറയണം, മാർക്സും കൊടുക്കണം. താങ്ക് യു. താങ്ക് യു അരവിന്ദർ. താങ്ക് യു വെരി മച്ച്.
അപ്പോൾ ഈ പെർഫോമൻസിനെ കണ്ടു. ഏത് കൈൻഡ് ഓഫ് സ്റ്റൈലാണ് ഇത്? ഇത് സെമി ക്ലാസിക്കൽ സ്റ്റൈലാണ്. സെമി ക്ലാസിക്കൽ സ്റ്റൈൽ. അതെ. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന് നമ്മൾ ശാന്തി മാസ്റ്ററുടെ ചോദിക്കാം. മാസ്റ്റർ എത്ര മാർക്കാണ് മാസ്റ്റർ? ഇല്ല, ഇപ്പം ഞാൻ മാർക്കിൻ്റെ കാര്യം ഞാനല്ല തുടങ്ങുന്നത് ഇപ്രാവശ്യം. ബിക്കോസ് നമ്മുടെ പുതിയ ജഡ്ജിങ് പാനൽ ലൈല മജ്നുടെ സീറ്റിൽ നമുക്ക് പ്രജിൻ ആൻഡ് റിൻസൺ ഉണ്ട്. അവർ പറയും. അതിന് മുന്നേ എനിക്ക് സറിയും സിജയും സപ്പോർട്ട് ചെയ്ത് നമ്മുടെ എല്ലാവരും മെയിൻ കണ്ടസ്റ്റൻസിനാണ് അല്ലേ. സോ ഐ വോണ്ട് ടു താങ്ക് ദം പേഴ്സണലി. വെരി ബ്യൂട്ടിഫുൾ ഗേൾസ്, താങ്ക് യു സോ മച്ച്. സിജ, your performance, and Sarayu, both of you did very beautiful. What a grace. Thank you, Master. Alle, very graceful. Thank you so much. And ninga avunga kitta start. നമ്മൾ റോമിയോ ജൂലിയറ്റ്. സിജ, സരയു, Yes, sir. your performance Super, super, super. Thank you. Sija, your costume is actually very nice. And Sari, you also look awesome. Girls, everybody looking. Anganga konjam coordination. പക്ഷേ എനിക്ക് പിടിച്ചത് സിജയുടെ ഡാൻസ് ആണ്. നിങ്ങൾക്ക് എനിക്ക് സരിയുടെ ഡാൻസ് ഇഷ്ടമായി. സിജയുടെ ഡാൻസ് എല്ലാം നന്നായിരുന്നു. സരി നന്നായിരുന്നു. ആണോ സിജ കുറച്ചുകൂടെ നന്നായിട്ട്. ഫ്ലോസ് അവിടെ ഫ്ലോസ് ഉണ്ടായിരുന്നു. യാർക്ക് സിജയ്ക്കാ? ഇല്ല, രണ്ടുപേർക്കും. So next time just make it correct, okay? All the best. നിങ്ങൾക്ക് അവരുടെ ഡാൻസ് മാത്രം ഇഷ്ടമായി, എനിക്ക് രണ്ടുപേരും ഇഷ്ടമായി. ഇല്ല, കുറച്ച് മുമ്പ് ശ്രീകൃഷ്ണനായിട്ട് ഗുരുവായൂരപ്പനായിട്ട് ഡാൻസ് ചെയ്ത ആളാണ് നമ്മുടെ അരവിന്ദർ. മാസ്റ്റർ താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് തന്നെ മാസ്റ്റർ പറയണം, ഈ സ്റ്റേജിൽ എനിക്ക് ആ ചാൻസ് കിട്ടിയത് സത്യം മാസ്റ്റർ. എന്താ അറിയോ, ഞാൻ ഫസ്റ്റ് ടൈം ആ നന്ദനം സോങ് ചെയ്യുമ്പോൾ ഒട്ടും മലയാളം അറിയില്ല, ഒരു വേർഡ് അറിയില്ല, പക്ഷെ ഡാൻസ് മാത്രം അറിയും. ദെൻ ഈ ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാൻസിൻ്റെ ലാംഗ്വേജ് അതിൻ്റെ ഒരു ബാരിയർ ഇല്ല. ഡാൻസ് നമ്മൾ ഇവിടെ ജസ്റ്റ് നോക്കിയിട്ട് നമ്മളെ ഹാർട്ട് എടുക്കുന്നുണ്ട്, നമ്മളെ ബോഡി മൂവ് ആവുന്നുണ്ട്. ഇത് എല്ലാവരും ചെയ്യാൻ പറ്റില്ല. എല്ലാവരും ഓരോരോ കഴിവുണ്ട്. ഐ എം റിയലി ഹാപ്പി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഐ റിയലി താങ്ക് ശാന്തി മാസ്റ്റർ. ബിക്കോസ് ആ സോങ് ഞാൻ ശാന്തി മാസ്റ്ററിന് കൊറിയോഗ്രാഫ് ചെയ്തില്ലെങ്കിൽ ഇപ്പോഴും ഞാൻ ഈ സ്റ്റേജിൽ ഉണ്ടാവും നമ്മൾ പറയാൻ പറ്റില്ല. പ്ലസ് ഐ റിയലി താങ്ക് രഞ്ജിത്ത് sir, Revati madam and Siddiq sir, and especially who showed me very beautiful and I look handsome in that song. Barni Ganjal Alagappan sir, cameraman sir, thank you so much for it. And ende urjera parnu kanu. Okay, fine. Anyway, I want to share adanne njan share cheyidu. Inne nammala judges Laila Majnu illa avaru Laila Majnu special judge Panch, Prajin and Rinson. How was their performance? Top takarata. Background was very excellent. Super. ഈ ബ്ലാക്ക് ഇട്ട കുട്ടീൻ്റെ പേര് സർ സരയു. ശ്രദ്ധിക്കണം. ബട്ട് ടൈമിംഗ് പോകുന്നുണ്ട്. ആ പഞ്ചവാണ പറഞ്ഞ സമയത്ത് ഇതാണ്, അതല്ല. സോറി സർ, ആക്ച്വലി ഞങ്ങൾക്ക് പ്രാക്ടീസിന് അധികം സമയം കിട്ടിയില്ല സർ, അതുകൊണ്ടാണ്. ഇറ്റ്സ് ഓക്കെ, ഇത് റിയാലിറ്റി ഷോ ആണ്, നിങ്ങളെ എക്സ്ക്യൂസ് കേൾക്കാനല്ല. കൊറിയോഗ്രാഫി ഈസ് വെരി ഫാന്റാസ്റ്റിക്. ആരാണ്? ശാന്തി മാസ്റ്റർ. ഓ മാസ്റ്റർ, സൂപ്പർ. നമുക്ക് പ്രിൻസ, അവര് തെറ്റിച്ച മാസ്റ്റർ കുട്ടിയല്ലല്ലോ അല്ലേ? മാസ്റ്റർ നമുക്ക് സ്റ്റേജിലേക്ക് വിളിക്കണോ? പ്ലീസ്. നമസ്കാരം. നമസ്കാരം. സിജ ആൻഡ് സരയു, Yes sir. എന്ത് തോന്നുന്നു? കുഴപ്പമില്ലാതെ കളിച്ചു എന്നാണ് തോന്നുന്നത്. നല്ല സ്മൈലാണ് നിങ്ങളുടെ രണ്ടുപേരും. Thank you sir. നമ്മുടെ കൊറിയോഗ്രാഫറോട് 2-3 കാര്യം പറയാനുണ്ട്. മാസ്റ്റർ ആ സ്റ്റെപ്പ് ചെയ്തു കൊടുത്തപ്പോ മാസ്റ്റർക്ക് കറക്റ്റ് ആണ് തോന്നിയോ? അവരിപ്പോ ചെയ്തത് അവര് കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്തു. അതെ. അപ്പൊ റിൻസ നമ്മുടെ കണ്ണിന്റെ കുഴപ്പം. എനിവേ, ഓൾ ദി ബെസ്റ്റ്. കുഴപ്പമില്ല മക്കളെ. നെക്സ്റ്റ് സർ എൻ്റെ അടുത്ത് 2-3 കാര്യം പറഞ്ഞു. ഇപ്പൊ ഒരു കാര്യം ചോദിച്ചു, ആ ബാക്കി 2-3 കൂടി ചോദിച്ചാൽ. ഇവർക്ക് എത്ര ദിവസം പ്രാക്ടീസ് കൊടുത്തു? ഇല്ല സർ, അവർക്ക് ഇന്നലെ ലാക്ക് ഓഫ് പ്രാക്ടീസ് അത് ഇവിടെ പറയരുത്.
Sir, ഇതൊരു ഞാൻ റിയാലിറ്റി പറയട്ടെ. ഷോ ആണ്, ഇവിടെ അത് സംസാരിക്കാൻ പാടില്ല. ലെറ്റ്സ് ഡാൻസിൽ പ്രത്യേകിച്ച്. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഹാപ്പി വിഷു. Thank you, sir. Thank you. സിജ പിന്നെ സറിയു നിങ്ങൾ എത്ര മാർക്ക് കിട്ടണ് നമ്മളിപ്പോ നോക്കാം. ശാന്തി മാസ്റ്റർ. I'll give you 8 on 10. Thank you, Master. റോമിയോ ജൂലിയറ്റ്. I give 9 on 10. Thank you, Master. പഞ്ച് പ്രജീൻ ആൻഡ് റിൻസൺ സർ. 9. യെസ്. Thank you so Thank you, much, sir. sir. Thank you so much. അപ്പോൾ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടി. 26 ആണ്. പറയില്ല, 30 മാർക്സിന് 26 കുഴപ്പമില്ലാത്ത മാർക്കാണ്. നെക്സ്റ്റ് ടൈം നമ്മൾ നോക്കാം. എനിവേ ഗുഡ് പെർഫോമൻസ്. നെക്സ്റ്റ് ടൈം ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, Thank you. പ്ലീസ്. സോ അങ്ങനെ അരവിന്ദർ നമ്മുടെ ഈ 2 സ്പെഷ്യൽ പെർഫോമൻസസ് കഴിഞ്ഞു. ഇനി എന്താണെന്ന് അറിയാമോ? നമ്മുടെ റെഗുലർ കോntest. സോ വിൽ ഗോ ബാക്ക് ടു റെഗുലർ പെർഫോമൻസസ്. അപ്പോൾ ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വരാം. ലെറ്റ്സ് ഡാൻസ് സീസൺ 2. തൊഴുകൈ കൂപ്പിയുണരും നെയ്വിളക്കിൻ പ്രഭകളിൽ തുളസിപ്പൂ ചൂടും നിന്റെ കനക വിഗ്രഹം കണ്ടു കളഭ കുങ്കുമം കണ്ടു ഞാൻ. அந்த பெர்ஃபார்மன்ஸ் அந்த வேற ஒரு பாட்டுக்கு டான்ஸ் ஆடினீங்க, இது இந்த வேற ஒரு பாட்டுக்கு டான்ஸ் ஆடினீங்க. தட்ஸ் இட் டிஃப்ரெண்ட், பட் the comedy element, all those things were very nice. സെക്കൻഡ് പാർട്ടൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു കെയർ നിൽക്കണം. Costume, hairstyle change ആയിരുന്നത് it would have been much better because 10 years out, the 70s to 80s we have lots of change. അങ്ങനെ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി ഇറ്റ്സ് ടൈം ടു മൂവ് ബാക്ക് ഓൺ ട്രാക്ക്. കോമ്പറ്റീഷന്റെ സമയമായി. അത് നമ്മൾ മറക്കാൻ പാടില്ലല്ലോ. ആദ്യമായി പെർഫോം ചെയ്യാൻ ഈ വേദിയിലെത്തുന്നു സുഹേദ് ആൻഡ് ജിഷ്ണുദാസ് for 1980s മലയാളം ഗോൾഡൻ ഹിറ്റ്സ് റൗണ്ട്. സുഹേദ്, ജിഷ്ണുദാസ്, ഈ കോസ്റ്റ്യൂം മുമ്പ് ഉണ്ടായിരുന്നല്ലോ. തീർച്ചയായും. അപ്പം എന്താണ് ഇത് റിപ്പീറ്റ് ചെയ്തത്? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത 90s 70s ഒരു സെക്കൻഡ് പാർട്ടായിട്ടാണ് 80s ഞാൻ. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഈ ഒരു റൗണ്ട്, ഈ ഒരു വിഷു ദിനത്തിൽ നിങ്ങൾ ആദ്യമായി പെർഫോം ചെയ്യുന്നു. അതിന്റെ ഒരു ഐശ്വര്യം ഈ സ്റ്റേജിൽ അങ്ങ് തുടങ്ങട്ടെ. ഗുഡ് ലക്ക്. താങ്ക് യു. തീരം തേടും തിരയുടെ പാട്ടിൻ നർത്തനം തുടരൂ മോഹിനി ഇവിടെ. കൂപ്പിയുണരും നെയ്വിളക്കിൻ പ്രഭകളിൽ തുളസിപ്പൂ ചൂടും നിന്റെ കനക വിഗ്രഹം കണ്ടു കളഭ കുങ്കുമം കണ്ടു ഞാൻ. മധുര മധുരമൊരു നിറപൊലി നുകർന്നു തൊഴുകൈ കൂപ്പിയുണരും നെയ്വിളക്കിൻ പ്രഭകളിൽ തുളസിപ്പൂ ചൂടും നിന്റെ കനക വിഗ്രഹം കണ്ടു കളഭ കുങ്കുമം കണ്ടു ഞാൻ. മധുര മധുരമൊരു നിറപൊലി നുകർന്നു തൊഴുകൈ കൂപ്പിയുണരും. നീയൻ കരളിനുള്ളിൽ സ്വർഗം തീർക്കുമോ രാവിൽ ഹൃദയമഞ്ചം പുഷ്പം ചാത്തുമോ തേരോടും മോഹങ്ങൾ തേൻ തേടും ഭൃംഗങ്ങൾ ഒന്നേ രാഗം ഭാവം താളം ഒന്നായി നമ്മൾ മാറും കാലം. എന്നിൽ നീ വന്നു എന്നെ ഞാൻ തന്നു എന്നിൽ നീ വന്നു എന്നെ ഞാൻ തന്നു മതപരലകരിയിൽ രുചിര പുളകമായി മയങ്ങാൻ മതിക്കാൻ വരുന്നീ തൊഴുകൈ കൂപ്പിയുണരും.
മനസ്സിനുള്ളിൽ നൃത്തം ചെയ്യുമോ നാദം മുളച്ച ചുണ്ടിൽ രാഗം മൂളുമോ താരുണ്യലാവണ്യം പൂത്താളം നീട്ടുന്നു മഞ്ഞും കുളിരും കൊള്ളും നെഞ്ചിൽ തപ്പും തകിലും കേൾക്കുന്നല്ലോ തൊഴുകൈ കൂപ്പിയുണരും നെയ്വിളക്കിൻ പ്രഭകളിൽ തുളസിപ്പൂ ചൂടും നിന്റെ കനക വിഗ്രഹം കണ്ടു കളവ കുങ്കുമം കണ്ടു ഞാൻ മധുര മധുരം ഒരു നിറപൊതി നുകർന്നു തൊഴുകൈ കൂപ്പിയുണരും அந்த பெர்ஃபார்மன்ஸ் அந்த வேற ஒரு பாட்டுக்கு டான்ஸ் ஆடினீங்க இது இந்த வேற ஒரு பாட்டுக்கு டான்ஸ் ஆடினீங்க தட்ஸ் இட் டிஃபரெண்ட் பட் the comedy element all those things were very nice സെക്കൻഡ് പാർട്ടൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു കെയർ നിൽക്കണം costume hairstyle change ആയിരുന്നതാ it would have been much better because 10 years after 70s to 80s we have lots of change സുഹേദ് ജിഷ്ണുദാസ് സന്തോഷമായി പൂക്കൾ കിട്ടിയപ്പോ തീർച്ചയായിട്ടും തീർച്ചയായും ഓക്കെ അപ്പൊ ഒരു കൈനീട്ടമായി നല്ലൊരു പെർഫോമൻസ് തന്നു ഇനി കമന്റ്സിലേക്ക് പോകാൻ ശാന്തി മാസ്റ്റർ ജിഷ്ണു ആൻഡ് സുഹേദ് എനിക്ക് തോന്നുന്നു ഇത് ആദ്യമായിട്ടാണ് ഒരു കണ്ടിന്യൂവേഷൻ ഇത് വേറെ ഒരു ലെവലിൽ ഇവർ ഒരു പെർഫോമൻസ് 1980s ഒരു ഡിസ്കോ റൗണ്ടാണോ അത് ഏത് റൗണ്ടായിരുന്നു 1970s ഒരു പെർഫോമൻസ് ചെയ്തപ്പോൾ ലാസ്റ്റ് അവർ അവിടെ നിന്ന് വന്ന് എൻ്റെ അടുത്തേക്ക് വന്നു ഇതേപോലെ ഇപ്പോൾ ചെയ്ത ഓൾമോസ്റ്റ് ആ സെയിം ആക്ഷൻസ് ആയിരുന്നു ആ ആക്ഷൻ വെച്ചിട്ട് ഇവരിപ്പോൾ പുതിയ ഒരു പെർഫോമൻസ് കണ്ടിന്യൂ ചെയ്തു അടുത്ത വർഷത്തിലേക്കുള്ള ഒരു പ്രൊമോഷനായിട്ട് അത് കണ്ടിന്യൂ ചെയ്തു ഇത് വെരി ഗുഡ് ഐഡിയ ആൻഡ് തോട്ട് പിന്നെ കൊറിയോഗ്രാഫിയും വളരെ നന്നായിരുന്നു ഈ 80s ഒരു കാലഘട്ടം അധികം കഴിഞ്ഞ് ഒരു കോമഡി റൗണ്ടായിരുന്നു നിങ്ങളുടെ ആക്ടിവിറ്റീസ് ആക്ഷൻസ് എല്ലാം കൊറിയോഗ്രാഫി വാസ് ഇൻട്രസ്റ്റിംഗ് ഇറ്റ് വാസ് ഗുഡ് പിന്നെ ക്ലൈമാക്സ് നമ്മൾ ഒട്ടും വിചാരിക്കാത്ത ഒരു ക്ലൈമാക്സ് ആയിരുന്നു എന്നെയും നിങ്ങളുടെ ഒരു പെർഫോമൻസിലേക്ക് ഉൾപ്പെടുത്തി അല്ലേ അതും എനിക്കൊരു പുതിയ അനുഭവം തന്നെയായിരുന്നു ഇതിൽ എനിക്ക് ഒരു ചോദ്യമേ ഉള്ളൂ എന്തുകൊണ്ടാണ് നിങ്ങൾ പാട്ട് പാടാത്തത് പാടിയോ ഇല്ല പാടിയില്ല രണ്ടാളും മനസ്സിലുണ്ടാവുന്ന ഒരു സംഭവം ഓ അതാണ് അതറിയാൻ വേണ്ടിട്ടാണ് ചോദിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം പാടിയിട്ടില്ല ആ ഒരു ആക്ഷൻ മോനു എനിക്ക് അത്രയ്ക്ക് ഒരു ഓർമ്മശക്തി ഇച്ചിരി കുറവാണ് 1970s നിങ്ങൾ ചെയ്ത ഡാൻസിൽ നിങ്ങൾ പാടിയില്ല പിന്നെ 1980s നിങ്ങൾ പാടിയില്ല അതുകൊണ്ടാണ് പാടില്ല നമുക്ക് എങ്ങനെ അത്രയ്ക്ക് ഓർമ്മയില്ല കണ്ണാ അപ്പോൾ ഇതാണ് നിങ്ങളുടെ മനസ്സാണ് ആ പാട്ട് നിങ്ങൾ ആരും തുറന്ന് പാടിയില്ല അതുകൊണ്ട് ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ് എനിക്കിതിൽ ഇച്ചിരി ഒരു സങ്കടമേ ഉള്ളൂ എന്താണെന്നറിയോ എന്നെ വരച്ച ഒരു പടമല്ലേ അത് ഇച്ചിരി ഡാമേജ് പടമായിപ്പോയി ആരെങ്കിലും നന്നായിട്ട് വരയ്ക്കുന്നവരെ കൊണ്ട് വരയ്ക്കണമായിരുന്നു മൂന്നു പക്ഷേ എനിക്ക് അതെല്ലാം വിട്ടിട്ട് ദാറ്റ് ഇസ് വൺലി ചുമ്മാ ഞാൻ പറഞ്ഞു യുവർ തോട്ട് ദാറ്റ് വാസ് വെരി വെരി ഹൈ സോ താങ്ക് യു സോ മച്ച് ഓൺ മൈ ബിഹാഫ് ടു ഈവൻ യുവർ കൊറിയോഗ്രാഫർ താങ്ക് യു സോ മച്ച് നന്നായിരുന്നു ഐ എൻജോയ്ഡ് യുവർ പെർഫോമൻസ് താങ്ക് യു മാസ്റ്റർ Romy Juliet Suhaid and Jishnudas as usual good performance thank you ma'am continuity நல்லா இருந்தது 70s 80s a change over அந்த performance அந்த வேற ஒரு பாட்டுக்கு டான்ஸ் ஆடினீங்க இது இந்த வேற ஒரு பாட்டுக்கு டான்ஸ் ஆடினீங்க that's it different but the comedy element all those things were very nice it was good ഇല്ലേ ഒരു നല്ലൊരു തോട്ടാണ് ഇങ്ങനെ ഒരു റിയാലിറ്റി ഷോയിൽ തന്നെ നമ്മളിങ്ങനെ ഒരു പാർട്ട് 2 ആയിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങളാണ് ഫസ്റ്റ് ടൈം ചെയ്യുന്നത് അതൊരു നല്ല അറ്റംപ്റ്റ് ആണ് കാര്യം ആരും എക്സ്പെക്ട് ചെയ്തില്ല പിന്നെ ഒരു പ്രീവിയസ് റൗണ്ടിൽ ഞാൻ ചുമ്മാ ഒരു തമാശയ്ക്ക് എങ്ങാണ്ട് ഏതൊരു പെർഫോമൻസ് കഴിഞ്ഞപ്പോൾ പറഞ്ഞതല്ലാതെ പക്ഷെ അത് ഇത്ര പെട്ടെന്ന് നിങ്ങൾ അങ്ങനെ ഒരു ഇതിൽ ചെയ്യുമെന്ന് എക്സ്പെക്ട് ചെയ്തില്ല ആസ് യൂഷ്വൽ സുഹൈദ് ജിഷ്ണുദാസ് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു പിന്നെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ പാർട്ട് 2 അങ്ങനെ ചെയ്യുമ്പോൾ അതിലുള്ള ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പാർട്ടിനേക്കാളും കുറച്ചും കൂടെ ഒരു വാവ് ഫാക്ടർ അതിൽ കൂടുതൽ ഉണ്ടാവണം കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഡാൻസിൻ്റെ ഒരു അപ്രീസിയേഷൻ കിട്ടുന്ന അതിൻ്റെ ഒരു ഫ്രഷ്നെസ് ഉണ്ട് ഒരു ഡാൻസ് പെട്ടെന്ന് കാണുമ്പോൾ അത് ഒത്തിരി വട്ടം കണ്ടു കഴിയുമ്പോൾ നമുക്ക് അതിലൊരു അത് മനസ്സിലാവും അതിനൊരു കംപ്ലീറ്റ് അറ്റൻഷൻ കിട്ടുമല്ലോ
അപ്പോൾ സെക്കൻഡ് ഇത് പാർട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ ഇതിൽ നമ്മൾ ഒരു ഭയങ്കര ഒരു എക്സ്പെക്റ്റേഷനൊക്കെ ഉണ്ട്. പിന്നെ കാര്യം ഇത് എന്തെങ്കിലും പുതുതായിട്ടാണോ നിങ്ങൾ ആ ലവിൻ്റെ ഇതും ആരോ ഒക്കെ കൊണ്ടുവന്ന് കുറേ സീക്വൻസ് ചെയ്തു. പിന്നെ ഇതിലെന്ന് പറഞ്ഞാൽ അതേ കോസ്റ്റ്യൂം അതേ മൂവ്മെൻറ്റ്സ് ആദ്യം വരുമ്പോൾ ഉള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് ഒരല്പം കുറവായിരിക്കും. അപ്പം സെക്കൻഡ് പാർട്ടൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു കെയർ നിൽക്കണം. കോസ്റ്റ്യൂം ഹെയർ സ്റ്റൈൽ ചേഞ്ച് ആയിരുന്നത് it would have been much better because 10 years out the 70s to 80s we have lots of change, dress pattern, hairstyle, so apdi change കൂളിംഗ് pannirukka. ഗ്ലാസ് മാറ്റി അല്ലേ? യെസ് Cooling glass otte maati വേറെ ഏതും മാറ്റില്ല. Okay, it was a good Jacket performance. Yeah, ജാക്കറ്റ് വന്നു. jacket on. Oh, whatever it is, you did good job. All the best. Thank you. Leela Majnu. ജിഷ്ണുദാസ് സുഹൈ, ഹാപ്പി വിഷു. ഞാൻ ഞങ്ങൾ നോട്ട് ചെയ്ത പോയിന്റ്സ് എല്ലാം മറ്റ് ജഡ്ജസ് പറഞ്ഞു കഴിഞ്ഞു. സെയിം കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ നിങ്ങളുടെ 70s ആ പെർഫോമൻസ് ഞാൻ കാണാൻ മിസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല. ആ ഒരു പെർഫോമൻസിന് മിസ് ചെയ്ത് പോയി കാണാൻ. ബട്ട് ഇന്നത്തെ പെർഫോമൻസ് എല്ലാം നന്നായിരുന്നു. മറ്റ് പോയിന്റ്സ് എല്ലാം ജഡ്ജസ് പറഞ്ഞത് തന്നെയാണ്. എപ്പോഴും ഈ ഒരു പെയർ വരുമ്പോൾ നമ്മുടെ എക്സ്പെക്ടേഷൻസ് കൂടുതലാണ്. അപ്പോൾ അടുത്ത റൗണ്ടുകളിലും കൂടുതൽ വെറൈറ്റീസുമായി വരിക. ഓൾ വിഷസ്. താങ്ക് യു. അപ്പോൾ നല്ല കമൻസ് ആണ്. ഇന്ന് കൈനീട്ടവും കിട്ടി. അപ്പോൾ നല്ല മാർക്സും കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. ശാന്തി മാസ്റ്റർ. I'll give you 9 on 10. 9 on 10. Romeo Juliet. 9 on 10. 9 on 10. Leela Majnu. 9 on 10. 9 on 10. 27 on 30. ഞാൻ ഇപ്പം കൂടുതൽ ആഫ്റ്റർ ദ മാർക്സ് ഐ ഡോണ്ട് കമൻറ്റ് മച്ച് ബിക്കോസ് ഓൾറെഡി അരവിന്ദ് ആ ഒരു ഇത് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എങ്ങനെയാണ് ഇപ്പം ചെയ്യുന്നത്. ഗുഡ് ലക്ക് ആൻഡ് ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ ദി നെക്സ്റ്റ് റൗണ്ട്. താങ്ക് യു. ഇനിയിപ്പോൾ വേറെ ഒരു പെർഫോമൻസിന് സമയമില്ല. സമയം കുറച്ച് പോയി ബിക്കോസ് ഓഫ് ഓൾ ദി സെലിബ്രേഷൻ ആൻഡ് ഓൾ. പക്ഷേ ഈ നമ്മുടെ ഒരു ചടങ്ങില്ലേ, ബെസ്റ്റ് പെർഫോമൻസ് ആൻഡ് ബെസ്റ്റ് പെയർ, അതിനെ പറ്റിയിട്ട് ചോദിക്കാം. ശാന്തി മാസ്റ്റർ. കോമ്പറ്റീഷൻ അനുസരിച്ച് ഇന്ന് കമ്പാരിസൺ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ജോഡിയാണ് കോമ്പീറ്റ് ചെയ്തത്. പക്ഷെ അതിന് മുന്നേ 2 പെർഫോമൻസസ്, സ്പെഷ്യൽ പെർഫോമൻസസ് ഉണ്ടായിരുന്നു. അരവിന്ദൻ്റെ കൂടെ ജോഡി ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇന്ന് കുറച്ച് സുന്ദരികൾക്കുള്ള ഒരു അവാർഡ്, ബെസ്റ്റ് ബ്യൂട്ടീസ് ഓഫ് ലെറ്റ്സ് ഡാൻസ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് വേണമെങ്കിൽ സിജയ്ക്കും സറയ്ക്കും കൊടുക്കാം അല്ലേ? കയ്യടി അത്രയും ഒരു ബലമില്ലാത്ത കയ്യടിയായി പോയി. Okay, you two are the beauties of Let's Dance. Thank you, Master. എല്ലാവർക്കും ഒരിക്കൽ കൂടി ലെറ്റ്സ് ഡാൻസ് സീസൺ 2 വിഷു ആശംസകൾ. നമ്മുടെ പ്രോഗ്രാം തുടരും, പക്ഷെ അടുത്ത ദിവസം വീണ്ടും കാണാം. Till then, this is me, Sija, signing off from Let's Dance Season 2. எல்லோருக்கும் வணக்கம், எல்லோருக்கும் வணக்கம். என்னை பார்க்க வந்த எல்லோருக்கும் டபுள் வணக்கம். అండ్ అవరు నా ఎప్ప కోపట్టాలి కూల్ అబ్బి కూల్ ఎంగనియా അങ്ങനെ ടെൻഷൻ ആവുന്ന నేను కూల్ எனக்கு இத்தனை நீ உனக்கு எத்தனை வருஷம் வாழணும், how many years you want to live? Okay, I want to live on 20 years. அவர் கணக்கு போடும். ஓகே இத்தனை ஐ மீன் இத்தனை டேஸ் உண்டு, அல்ல இத்தனை டேஸ் நீ உறங்கணும், இத்தனை டேஸ் லிவ் பண்ணணும். So why do you want to get tension? Be cool. மாமா ட்ரீட் என்ன மாமா மாமா ட்ரீட் நானு என்ன மறக்க நீயும் விண்ணு பறக்க இந்த ட்ரீட் தானே ரூட். No comments, no words. நான் எவ்வளவு நேரம் பேசினேன் உங்களை பத்தி, எனக்கு இன்னும் ஒரே ஒரு வேர்ட் தான் பேசுறீங்க. கொஞ்சம் பேசுங்க. என்ன பேசணும்? என்ன பத்தி பேசுங்க. என்ன பேசணும்? ஏதாவது பேசுங்க ஏட்டா. എവിത്ത അവിടെ നിന്ന് ചാടി വന്നപ്പോൾ ലാൻഡിങ് കുറച്ചൊരു പ്രോബ്ലം ആയിപ്പോയി. അത് അല്ലാന്നുണ്ടെങ്കിൽ ഈ പെർഫോമൻസ് വാസ് awesome. Let's plant a flower. Let's plant a tree. Let's plant a fruit for you, for me. This was one of an extraordinary performance I've ever seen. Yes, sir.